ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായി അറിയപ്പെട്ടൊരു മഹാനുണ്ടായിരുന്നു, മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. കോഴിക്കോട് ജില്ലയിൽ ഫറൂഖിനടുത്ത് ജീവിച്ചൊരു വലിയ മഹാൻ, വലിയ പ്രഗത്ഭനായിരുന്നു, വലിയ മഹാനായിരുന്നു. ആ മഹാനവറുകൾ ഗാനരചനയിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഏറ്റവും വലിയ പടയോട്ടം നടത്തിയിരിക്കുന്ന മനുഷ്യരാണ്. അവസാനം നിക്കക്കളിയില്ലാതെ അന്നത്തെ ബ്രിട്ടീഷുകാർ അധികാരികൾ മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാരെ തൂക്കിലടക്കാൻ മഹാനവറുകളെ ജയിലിലടച്ചു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയിട്ടു. അവസാനം മഹാനവറുകളുടെ പേരിൽ രാജ്യദ്രോഹത്തിന്റെ കുറ്റം ചുമത്തിയിട്ട് മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാരെ തൂക്കിലേറ്റാൻ വേണ്ടി വിളിച്ചു. തൂക്കിലേറ്റേണ്ടുന്ന ദിവസം മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാരെ തൂക്കുമരത്തിന്റെ താഴെ കൊണ്ടുപോയിരുത്തി. മുഹീദ്ദീൻ മുസ്ലിയാർക്കെതിരെ അന്ന് ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റപത്രം അവർ വായിച്ചു. തൂക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള പ്രതിപ്രഖ്യാപനം വായിച്ച് കേൾപ്പിച്ചു. മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാരോട് ജയിലധികൃതർ അവസാനമായൊരു ചോദ്യം, അവർ വായിച്ചിരിക്കുന്ന ആ വിധിയുടെ പകർപ്പ് 7 പൂട്ടിവെച്ചുകൊണ്ട് മുഹീദ്ദീൻ മുസ്ലിയാരോട് ചോദിക്കുന്നു, അവസാനമായി വല്ലതും പൂർത്തീകരിക്കാനുണ്ടോ? മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാർ പറയുന്നു, ഉണ്ട്, എനിക്കല്പം പാട്ട് പാടാനുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ ചിന്തിക്കുന്നു. ജയിലധികൃതർ എന്താണ് ഈ കേൾക്കുന്നത്? ജീവൻ പോകാൻ നേരത്തെ ഈ മനുഷ്യൻ പാട്ടുപാടാനാണ് സമ്മതം ചോദിക്കുന്നത്. ഇരിക്കട്ടെ, അധികൃതർ സമ്മതിച്ചു. മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാർ പാടുന്നത് അമ്പിയാക്കളൊക്കെ തവസ്സുൽ ചെയ്തുകൊണ്ടുള്ളൊരു പാട്ട്, മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള പാട്ട്. മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാർ തൂക്കുമരത്തിന്റെ താഴെയിരുന്ന് ഉറക്കെ പാടാൻ തുടങ്ങി. എന്നും ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമ കിരീടരാകിണ് 313 മുർസലീങ്ങളെ ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്കള മുഹിയദ്ദീൻ ജയിലിൽ കിടന്നിട്ട് വിളിച്ചിടും സംഗീതമുക്തി നിവർത്തി മാങ്ങളെ. മഹാന്മാരായ മുർസലീങ്ങളെ കൊണ്ടും അങ്ങോട്ട് മഹാന്മാരായ നബിമാരെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും തവസ്സുൽ ചെയ്തുകൊണ്ടൊരു പാട്ട് പാടി. രണ്ടാമത് മഹാനവറുകൾ അതേ ഇരിപ്പിൽ തന്നെ ഇരുന്ന് പാടുന്നു. എന്നാലും ജീവുടഹാനിവരാ ജന്നാത്തിൽ പാർത്തിടും 313 ബദർ ശുഹദാക്കളെ ഇന്നെന്നെ തടവിന്നൊഴിവാക്കി തരാനുള്ള വിധി വാങ്ങി അന്യോന്യം കണ്ണൂരിൽ വരുവിൽ സുഹദാക്കളെ. ജയിലിന്റെ തൂക്കുമരത്തിന്റെ താഴെയിരുന്ന ജയിലധികൃതരെയൊക്കെ മുഴുവനും കിടുകിടാതുറപ്പിച്ചുകൊണ്ട് മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാർ പാടുകയാണ്. എന്നാലും ജീവുടെ ഹാനി വരാ ജന്നാത്തിൽ പാർത്തിടും 313 ബദർ ശുഹദാക്കളെ ഇന്നെന്നെ തടവിന്നൊഴിവാക്കി തരാനുള്ള വിധി വാങ്ങി കഞ്ഞിവാക്കി തരാനുള്ള വിധി വാങ്ങി കന്യോന്യം കണ്ണൂരിൽ വരുവിൻ സുഹദാക്കളെ. മഹാന്മാരായ ബദരീകളുടെ പേരുകൾ ഇങ്ങനെ തവസ്സുൽ ചെയ്ത് മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തും അവരോട് ഇസ്തിഗാസ നടത്തിയും കൊണ്ട് മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാർ പാട്ടുപാടി തീർത്തു. ആഗ്രഹം പൂർത്തീകരിച്ചു. ജയിലധികൃതർ മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാരെ തൂക്കിലേറ്റാൻ വേണ്ടി പോകുന്നു. രണ്ടാമത് വിധിയുടെ പകർപ്പ് വായിച്ചു കേൾപ്പിക്കുന്നു. ആ വിധിയുടെ പകർപ്പ് വായിക്കാൻ വേണ്ടി മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന വിധിയുടെ പകർപ്പുകളെടുത്ത് ജയിലധികൃതർ വായിക്കാൻ വേണ്ടി നോക്കുന്ന സമയം സുബ്ഹാനല്ലാഹ്, നിയമം എഴുതി വെച്ച വിധി എഴുതി വെച്ച ആ കടലാസുകളിൽ ഒരൊറ്റ അക്ഷരം കാണാനില്ല. സൂപ്രണ്ട് ഒപ്പിട്ടിരിക്കുന്ന ആ ഒപ്പിന്റെ നേരെ മേൽഭാഗത്ത് ഒരു വരി മാത്രം അവശേഷിക്കും. എഴുതി കിടക്കുന്നു, എന്തേ ഇദ്ദേഹം നിരപരാധിയാകുന്നു, വെറുതെ വിട്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കണ്ണൂർ സെൻട്രൽ ജയിലിന് മറക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ സംഭവബഹുലമായ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാർ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മഹാന്മാരായ ബദരീങ്ങളെ വിളിച്ച് സഹായം തേടിയപ്പോ എത്തേണ്ട സ്ഥലത്തെത്തി സഹായിക്കേണ്ടുന്ന രൂപത്തിൽ സഹായിച്ചു.